സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അതില് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്തിട്ട്, ഓരോ വ്യക്തികളും പൈസ കൊടുത്തിട്ട് നമ്മളിപ്പോ ഫോണിൽ റീചാർജ് ചെയ്യണ പോലെ മാസം ഇത്ര എമൗണ്ട് അവർ വെക്കും. ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ മാസം ഇത്ര എമൗണ്ട് വെക്കും. വച്ചിട്ട് എന്ത് ചെയ്യും, അതില് അപ്പൊ നിങ്ങൾ അങ്ങനെ ഓരോരുത്തർ ആ എമൗണ്ട് എനിക്ക് തന്നിട്ട്, അപ്പൊ ആ എമൗണ്ട് എന്റെ കയ്യിലോട്ടേ വരുള്ളൂ. ആ എമൗണ്ട് എനിക്ക് എത്രയും റീചാർജ് ചെയ്യണ പോലെ നിങ്ങൾ എന്ത് ചെയ്യും, എന്റെ വീഡിയോസ് കാണാനായിട്ട് എക്സ്ട്രാ ആയിട്ട് ഞാൻ സാധാ ഇടുന്ന വീഡിയോസിനേക്കാളും കൂടുതൽ എക്സ്ട്രാ കാണാൻ വേണ്ടി നിങ്ങൾ റീചാർജ് ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ആ സബ്സ്ക്രിപ്ഷനിൽ എന്തെങ്കിലും എക്സ്ട്രാ വേണമല്ലോ, എന്നാലല്ലേ നിങ്ങൾ കാണുള്ളൂ. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എല്ലാവരും തുടങ്ങിയേക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം, മെയിൻ ആയിട്ട് എക്സ്ട്രാ ഒരു വീഡിയോസ് അതിൽ വേണം, എന്നാലല്ലേ കണ്ടിരിക്കാനല്ലേ ഇത്രയും ജനങ്ങൾ എത്രയായാലും കാശ് കൊടുത്ത് ചെയ്യുള്ളൂ. അപ്പൊ ആ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ വീഡിയോയിൽ ഇടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിലായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ സെക്സ്വൽ പാർട്സുകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടുന്നതിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് വീഡിയോസിന് റീച്ച് കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കാശുണ്ടാക്കാനായിട്ട് അവർക്ക് വേറെ വഴിയില്ലാണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് അവരുടെ സെക്സ്വൽ പാർട്സ് ഉണ്ടല്ലോ, സെക്സ്വൽ പാർട്സ് എന്ത് ചെയ്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ റീച്ച് ആക്കി. അതേപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് സബ്സ്ക്രിപ്ഷനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ തുടങ്ങുന്നതിന് അവരുടെ വീട്ടുകാർ സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് അവർ തുടങ്ങിയേക്കണേ. അവരുടെ എല്ലാവരും സപ്പോർട്ടായി നിന്നുകൊണ്ടാണ് അവരത് തുടങ്ങിയേക്കണേ. എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ റീച്ച് ആവുന്നില്ലെങ്കിൽ ഒരു കാര്യവും നീ ചെയ്യാൻ നിൽക്കണ്ട. കാരണം ചുറ്റുവട്ടമുള്ള ആൾക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ വീഡിയോ റീച്ച് ആവുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് വീഡിയോ വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇമ്മാതിലുള്ള വീഡിയോസ് അവര് ചെയ്യുന്ന പോലെ ഇമ്മാതിലുള്ള വീഡിയോസ് നീ ചെയ്യാൻ നിൽക്കണ്ട. റീച്ച് ആയില്ലെങ്കിൽ റീച്ച് ആവണ്ട, അത്രയേ ഉള്ളൂ. ആ റീച്ച് ആയ എത്രയും ഇങ്ങനെ റീച്ച് ആയിട്ട് ആ കാശ് നമുക്ക് വേണ്ട, കാശില്ലെങ്കിൽ കാശ് വേണ്ട, അത്രയേ ഉള്ളൂ എന്നാണ് എന്റെ വീട്ടുകാർ പറഞ്ഞേക്കുന്നത്. എനിക്കും അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ, ഒരു കാരണവശാലും. പിന്നെ അത് ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയേക്കണ ആ ഒരു ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയേക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് രേണുസുതി തുടങ്ങിയത്. അപ്പൊ രേണുസുതി തുടങ്ങിയ സമയത്ത് രേണുസുതിയുടെ വീട്ടുകാർക്ക് പറയാം, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി ചെയ്യില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് അതിനെ ഇരുന്നുകൊണ്ട് ഇപ്പോഴും ക്യാൻസർ വന്നാണ്. അപ്പൊ അതിന് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ വേണം. അത് ആ സബ്സ്ക്രിപ്ഷനിലൂടെ ആ പൈസ ഉണ്ടാക്കി അത് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതിപ്പോ അത് ചെയ്യുന്നില്ല. എന്നിട്ട് ഇപ്പൊ ക്യാൻസർ വന്ന ഒരു വ്യക്തിയുടെ പഴയ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് അതിനെന്തിനാണ് പിന്നെയും ദ്രോഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇതാണ്, അതിനൊരിക്കലും മാറ്റി കുറിക്കാൻ പറ്റില്ല. എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ കണ്ട ജനങ്ങളൊക്കെ പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് ആ വീഡിയോസ് കാണാനായിട്ട് ഇത്ര ക്യൂരിയോസിറ്റി കാണിക്കുന്നത്. അത് ഇന്ന സംഭവമാണ്. അതൊരു മോശം പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോശം പ്രവൃത്തിയായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് വേണ്ട, ചെയ്യരുത്, നിങ്ങളത് ചെയ്യാൻ നിൽക്കരുതെന്ന് പിന്തിരിപ്പിക്കാം. പക്ഷെ ഇതൊന്നും പിന്തിരിപ്പിക്കാണ്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇനി അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല.